ഹലോ ഡേയ്സ്, പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് റാ നല്ല രൂപത്തിൽ എഴുതാൻ കഴിയില്ല. അഥവാ റാ എഴുതി കഴിഞ്ഞാൽ തന്നെ ഞാൻ എഴുതിയത് ദാലാണോ റാ ആണോ, അല്ലെങ്കിൽ റാ ആണോ ദാലാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ റാൻ്റെ ആ എഴുതുന്ന രൂപം അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി ഒന്നുകൂടെ ഭംഗി ആക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നോക്കിക്കോളൂ. റാ എഴുതുമ്പോൾ ഫസ്റ്റ് വേണ്ടത് ഒരു ലൈനിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെരിച്ച് വരെ ഫസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. പിന്നെ അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് വരണം. നേരെ ചെരിഞ്ഞ് താഴേക്ക് ഇറങ്ങിയ ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് റാ വളരെ ക്ലിയർ ആയിട്ട് എടുക്കും. ഓക്കെ, ഈ രൂപത്തിൽ റാ എഴുതാണെങ്കിൽ നമുക്ക് വളരെ രസകരമായ നല്ല ഭംഗിയോട് കൂടി തന്നെ എഴുതാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നമുക്ക് എല്ലാ ശബ്ദങ്ങളും കൊടുത്തു എഴുതാം. ഈ രൂപത്തിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഫത്തഹ് കൊടുത്താൽ റാ, കസ്റ് റീ, ലംബ് റു, സുക്കൂന് റ്, തൻവീൻ ഫത്തഹ് റൻ, തൻവീൻ കസ്റ് റീൻ, തൻവീൻ ലംബ് റുൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലിഫിന്റെ ലെഫ്റ്റ് സൈഡ് ഒരു ലെറ്ററിന് ടച്ച് ചെയ്യാൻ സാധിക്കും, പക്ഷേ റൈറ്റ് സൈഡ് ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് റാ. ഇതേപോലെ തന്നെയാണ് ദാല്. ദാല് എഴുതുമ്പോൾ നമ്മൾ താഴേക്ക് വരുന്നില്ല എന്ന് മാത്രം, ഇതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ട് എഴുതാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുക. ഇനി നമുക്ക് റാ ആദ്യത്തിൽ വന്നത്, ഒരു വേർഡിൻ്റെ ആദ്യത്തിൽ വന്നത്, സെൻറ്ററിൽ വന്നത്, അവസാനത്തിൽ വന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റത്തെ റുക്കിന് ഇവിടെ റാ ഫസ്റ്റിൽ വന്നു. ഇതാണ് ഇടത് സൈഡ്, ഇത് റൈറ്റ് സൈഡാണ്. കാഫ് ഇവിടെ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി വർദുൽ. ഓക്കെ, വർദുൽ. ഇവിടെ റാ സെൻട്രലാണ് വന്നത്, പക്ഷെ ഇവിടെ കൂടിച്ചേരാൻ പറ്റാത്തത് വാവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ലെറ്റേഴ്സിന് ലെഫ്റ്റിൽ ടച്ച് ചെയ്യാൻ പറ്റും, റൈറ്റിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ലെറ്റർ ആയതുകൊണ്ടാണ് കൂട്ടി എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡ് ദൗറുൻ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ റാ എഴുതുകയാണെങ്കിൽ വളരെ സിമ്പിളായി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് റാ എഴുതാൻ പറ്റും.